കല്യാണത്തിന് നല്ല ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണം എവിടെയെന്നല്ലേ പറഞ്ഞു തരിക, എല്ലാവരും വീഡിയോ കാണുക. നമ്മൾ ഇന്ന് ഒരു കല്യാണത്തിന് വന്നതാണ് കേട്ടോ. ഇന്നലെ വന്നിക്കണ്, പക്ഷെ ഇന്നലെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇന്നലെയും ഇന്നൊക്കെ ഭയങ്കര ബിസിയാണ്, വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്നലെ രാത്രിയാണ് അനിയത്തിൻ്റെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. ഇതിൻ്റെ അനിയത്തിൻ്റെ 2 മക്കളാണ് കേട്ടോ. ഒരു തിങ്സാണ്, നിതുമോനും സിതുമോനും. ഇത് വലിയ അനിയത്തിയാണ്. വലിയ അനിയത്തിൻ്റെ വീടല്ല, അത് ചെറിയ അനിയത്തിൻ്റെ വീടാണ്, കുഞ്ഞാണിയാക്ക. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇനി നേരെ ഓഡിറ്റോറിയത്തേക്ക് പോവുകയാണ് കല്യാണത്തിന്. പിന്നെ വീഡിയോ ഇന്ന് ഇല്ല, നാളെ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വലിയ അനിയത്തി ഹസ്ബൻഡുമാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് കേട്ടോ ഇങ്ങോട്ട് കല്യാണത്തിന് പോകുന്നത്. ചെറിയ അനിയത്തിനെ കെട്ടിച്ച് വിട്ടത് മൂത്തയിടത്തേക്കാണ്. അപ്പോൾ അവളുടെ ഒരു ഫാമിലി ഉള്ളൊരു കുട്ടീൻ്റെ കല്യാണമായിരുന്നു, മോളൂസ്. അപ്പോൾ മണവാട്ടി പെണ്ണിൻ്റെ അടുത്ത് നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. ഓഡിറ്റോറിയത്തേക്ക് പോരുകയാണ്. അപ്പം മണവാട്ടിക്കുട്ടി കാറിലാണ് കേട്ടോ പോകുന്നത് ഓഡിറ്റോറിയത്തേക്ക്. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ബൈക്കിനായിരുന്നു പോന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ബൈക്കിന് തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് പോരുകയാണ്. അവിടെ വന്നപ്പോൾ തന്നെ എമ്മിക്കുട്ടനെ എടുത്തുകൊണ്ട് എമ്മിക്കുട്ടന് ഭയങ്കര ഓട്ടമായിരുന്നു. ഓനെടുത്ത് അതിലൊക്കെ നടന്നു. ആൾക്കാർ വരാൻ തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ നേരത്തെ എത്തിയിരുന്നു കേട്ടോ ഓഡിറ്റോറിയത്തിൽ. പിന്നെ കുറേ ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേനും പിന്നെ ഭക്ഷണം കഴിക്കാനായി. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ഞാൻ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റുള്ള അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് എമ്മിക്കുട്ടനോട് പറഞ്ഞു, നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം, അവിടെ പുറത്ത് ഐസ്ക്രീം വന്നിട്ടുണ്ട്, ഐസ്ക്രീം ഉണ്ട്, ചോറ് മുഴുവനും കഴിക്കുകയാണെങ്കിൽ നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ എമ്മിക്കുട്ടൻ ഒരു മടിയില്ലാതെ, അല്ലെങ്കിൽ അവന് ബിരിയാണിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ, അവന് വേഗം ബിരിയാണി കൊടുക്കണത് കഴിച്ചു. എവിടെ ഫംഗ്ഷന് പോയാലും കുഞ്ഞാണിയൊക്കെ ആയിരിക്കും എമ്മിക്കുട്ടന് ചോറ് വാരി കൊടുക്കട്ടോ. നമ്മളൊന്ന് വാരി കൊടുത്താൽ എമ്മിക്കുട്ടന് കഴിക്കൂല, കുഞ്ഞാണിയൊക്കെ വാരി കൊടുത്താൽ വേഗം കഴിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. ഇതിലേക്ക് നല്ല ഒരു പുളിയിഞ്ചി പോലുള്ളൊരു അച്ചാറും ഉണ്ടായിരുന്നു, പിന്നെ തൈര് ഇട്ടിട്ടുള്ള ചർലാസ് അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എമ്മിക്കുട്ടൻ തന്നെ വേഗം കഴിച്ചു. ഇത് കഴിഞ്ഞവന് ഐസ്ക്രീം കിട്ടുമല്ലോ വിചാരിച്ച് വേഗം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ചോറ് കഴിച്ച് കയ്യും വാഴയൊക്കെ കഴുകി വന്ന് ഐസ്ക്രീം ഒരു കാക്കണ്ടായിരുന്നു ഐസ്ക്രീം വിൽക്കണേ. അവിടുന്ന് ഞങ്ങൾ 3 ആൾ ഐസ്ക്രീം വാങ്ങി കഴിച്ചിട്ടോ. ഐസ്ക്രീമും തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.